ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ട്രിവാൻഡ്രം വീനം സ്റ്റൈൽ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് ആദ്യം വേണ്ടത് പൊട്ടറ്റോ നല്ലപോലെ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കാശ്മീരി ചില്ലി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1 hour റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. മീൻ ടൈം നമുക്ക് പൊടി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് പാണ്ടൻ ലീഫ്, കറി ലീഫ്, പിന്നെ നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്ന മുളക്, പിന്നെ പെരുംജീരകം, ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. ചെറുതായിട്ട് ചതച്ചെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. നല്ലപോലെ അരഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഏതെങ്കിലും ഓയിൽ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്, അതിട്ടിട്ട് ഈ 1 hour മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോസ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇട്ടതും നമ്മൾ ഇളക്കാൻ നിൽക്കരുത്. ഇതൊരു 5 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇളക്കാവൂ. എന്നാലേ ആ മസാല ഫുള്ള് പൊട്ടറ്റോസിൽ പിടിക്കൂ, അല്ലെങ്കിൽ എല്ലാം സ്പ്ലിറ്റായി പോവും. എന്നിട്ട് ലൈറ്റായിട്ട് ഇളക്കി നമുക്കൊരു 10-15 മിനിറ്റ് സെറ്റായി വയ്ക്കാം. അത് കഴിയുമ്പോൾ ഇതൊന്ന് ഡാർക്ക് കളറാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിലെ മസാല എടുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന മേളിലോട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കി വിടുക. ആൻഡ് ഓൾസോ ശ്രദ്ധിക്കുക, കൂടിപ്പോയാൽ ഒരു 2 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ ഈ പൊടി ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. പിന്നെ നമുക്ക് ട്രിവാൻഡ്രം സ്റ്റൈലിലെ പ്രത്യേകതയാണല്ലോ ഈ പൊടി എന്ന് പറയുന്നത്. പൊടി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ പൊട്ടറ്റോ ഫ്രൈ റെഡി.